Our God's name is Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്നാണ്. They that know their God will be strong and they will do exploits. ഈ ദൈവത്തെ അറിയുന്നവർ ബലവാന്മാരായിരിക്കും, അവർ വൻകാര്യങ്ങൾ ചെയ്യും. It is true, we are poor people, we don't have any money. അതെ, നാം സാധുക്കളാണ്, നാം പണമില്ലാത്തവരാണെന്ന് വാസ്തവം തന്നെ. We don't have big church buildings like many others have. മറ്റുള്ളവർക്കുള്ളതുപോലെ വലിയ കെട്ടിടങ്ങൾ നമുക്കില്ലായിരിക്കാം. But we have a great God, we boast about our God. എങ്കിലുമോ നമുക്കൊരു വലിയ ദൈവമുണ്ട്, ആ ദൈവത്തിൽ നമുക്ക് അഭിമാനം കൊള്ളുവാൻ കഴിയും. I know whom I believe. ഞാൻ വിശ്വസിക്കുന്നത് ആരെയെന്ന് അറിഞ്ഞിരിക്കുന്നു. I am persuaded that he is able to keep that which I entrusted unto him against that day. അവന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടി സൂക്ഷിക്കുവാൻ ആ ദൈവം ശക്തനത്രേ. Be still and know that I am God. നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. Be still and know that I am God. നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. Thus saith the Lord. എന്നിങ്ങനെ കർത്താവ് അരുളിച്ചെയ്യുന്നു. I will go before you. ഞാൻ നിങ്ങൾക്ക് മുൻപായി പോകും. I will make the crooked places straight. വഴികളെ ഞാൻ നേരാക്കി മാറ്റും. I will break in pieces the gates of bar and cut in sunder the gates of bar and will give you treasures out of darkness. ഇരുമ്പോടാങ്ങളെ ഞാൻ തകർത്ത് ഇരുട്ടിന്റെ നിക്ഷേപങ്ങളെ ഞാൻ നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. It's all because of the goodness and the greatness of our God. ഇതെല്ലാം ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ ശ്രേഷ്ഠതയും നിമിത്തം മാത്രമാണ്. How much, beloved ones, we realize our smallness, that much we can realize
the greatness of our God. നാം എത്രയോ ചെറിയവരാണെന്ന് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. I want to share with you a verse to show the greatness of our God. നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ശ്രേഷ്ഠതയെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒരു വചനം ഇന്ന് രാവിലെ ധ്യാനത്തിനായി എടുക്കുകയാണ്. Our God is greater than anything, everything we can imagine. നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിലും എല്ലാത്തിലും ഏറ്റവും വലിയവനാണ് നമ്മുടെ ദൈവം. How big is our God? നമ്മുടെ ദൈവം എത്രത്തോളം വലിയവനാണ്? Isaiah 40 verse 12 says, who hath measured the waters in the hollow of his hand? യെശയ്യാപ്രവചനം 40 അധ്യായം 12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുവാൻ ആരെ കൊണ്ട് കഴിയും? You know that Indian Ocean, the Pacific Ocean, all the huge oceans. ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് മഹാസമുദ്രം, ഇങ്ങനെയുള്ളതായ മഹാസമുദ്രങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ. But you know how big is your God? ദൈവത്തിന്റെ വലിപ്പവും നിങ്ങൾക്കറിയാമല്ലോ. All the Pacific Ocean, the Indian Ocean, all the waters in the world can held in one hollow of our God's hand. പസഫിക് സമുദ്രത്തിലുള്ളതായ വെള്ളം, ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളതായ വെള്ളം, മുഴുലോകത്തിലും കാണപ്പെടുന്ന സകല വെള്ളവും ദൈവത്തിന്റെ ഒരു കയ്യിൽ കൊള്ളുവാൻ മാത്രമേ ഉള്ളൂ. In my both hands this cup of water, if it is thrown, it may at least some drop will fall down. These hands are not that big. ഈ ഒരു കപ്പ് വെള്ളം എന്റെ രണ്ട് കൈയിലും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അല്പം വെള്ളമെങ്കിലും താഴെ പോകും, കാരണം എന്റെ കൈ അത്രത്തോളം വലുതല്ലാത്തത് കൊണ്ട്. But our God's hand is so great and vast and wonderful. All the oceans and the waters of the world are kept in the hollow of one hand. It contains there. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ കൈയോ മുഴുലോകത്തിനുമുള്ള എല്ലാ മഹാസമുദ്രത്തിനുമുള്ളതായ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു വെച്ചാലും അത് ഒരു തുള്ളി പോലും താഴെ പോകാതെ ആ കയ്യിൽ കാണപ്പെടത്തക്കവണ്ണം അത്ര വലിയതും വിശാലവുമായ കൈയാണ് നമ്മുടെ ദൈവത്തിന്റെ കൈ. Beloved ones, you and I are in this big hand. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ദൈവത്തിന്റെ ആ വലിയ കരത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. Even if we fall, where are we going to fall down? ഒരുപക്ഷേ നമ്മൾ വീണാൽ തന്നെയും എവിടേക്കാണ് വീഴുവാൻ പോകുന്നത്? In the hand of the Lord. ദൈവത്തിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും നാം വീണ് കിടക്കുന്നത്. It's not easy to run away from the hand of God. If you have to run, you have to run quite a lot to fall out of the hand of God. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത് സാധാരണ കാര്യമല്ല. അങ്ങനെ ഓടുവാൻ തുടങ്ങിയാൽ കുറച്ച് ദൂരമെങ്കിലും നിങ്ങൾ ഓടിയെങ്കിലേ ആ കയ്യിൽ നിന്ന് താഴെ വീഴുകയുള്ളൂ. Thank God we are planted in the hands of the Lord and no one can pluck us out. നമ്മുടെ ദൈവത്തിന്റെ കൈകളിൽ നമ്മെ ദൈവം നട്ടുവച്ചിരിക്കുകയാണ്. ഒരുവനും നമ്മെ പിടിച്ചു പറിക്കുവാൻ സാധിക്കുകയില്ല. This is a mystery of God's humility, mystery of godliness. ദൈവത്തിന്റെ താഴ്മയുടെ മർമ്മവും ദൈവ മഹത്വത്തിന്റെ മർമ്മവും എത്ര ഇത്. This great big wonderful God has come into my tiny heart and your tiny heart. What a humility it is. ഈ മഹാനായ വിശേഷിക്കപ്പെട്ട വൻകാര്യം ചെയ്യുന്ന ദൈവം തന്നെ താഴ്ത്തി എന്റെയും നിങ്ങളുടെയും ഈ ചെറിയ ഹൃദയത്തിൽ വരിക എന്നത് എത്രയോ വിശേഷിക്കപ്പെട്ട താഴ്മയാണ്. Is this great God whose hollow of the hand can hold all the waters of the earth is coming into your tiny heart? I tell you, it is a mystery of holy the godliness. It is a mystery of humility. ഈ മുഴു ലോകത്തിലും കാണപ്പെടുന്നതായ മുഴുവെള്ളവും ദൈവത്തിന്റെ കയ്യിൽ ഉൾക്കൊള്ളുമെങ്കിൽ അത്ര മഹാനായ വലിയവനായ ദൈവം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് വാസം ചെയ്യുവാൻ ഇറങ്ങി വരിക എന്നത് ദൈവമർമ്മം എന്നതും താഴ്മയുടെ മർമ്മവുമാണ്. Oh, that is why God can only live with humble people. ഇതുകൊണ്ടാണ് താഴ്മയുള്ളവരോടുകൂടെ മാത്രമേ ദൈവത്തിന് വാസം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. God resisted the proud but
giveth grace to the humble. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. If tonight God has to do wonders and miracles, only one thing to do. ഇന്ന് രാത്രി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമെങ്കിൽ ഒരു കാര്യം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. 2 Chronicles 7:14 says, if my people which are called by my name shall humble themselves and pray, I will hear from heaven and will forgive their sins and will heal the land. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. First thing that we have to do to humble ourselves. ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യം നമ്മെ തന്നെ താഴ്ത്തുക എന്നതാണ്. God is very humble. ദൈവം വളരെ താഴ്മയുള്ളവനാണ്. Jesus is very humble. നമ്മുടെ യേശു വളരെ താഴ്മയുള്ളവനാണ്. How do we know that? അത് നമുക്ക് എങ്ങനെ അറിയാം? Very easy to know. അതെ, അത് അറിയുവാൻ വളരെ എളുപ്പമാണ്. Because he forgave all my wickedness and all your wickedness. കാരണം എന്റെയും നിങ്ങളുടെയും നമ്മുടെ സകല ദുഷ്ടതയും നമ്മുടെ കർത്താവ് നമുക്ക് ക്ഷമിച്ചു തന്നതിനാൽ, if God will take into account all the sins and the wickedness I have done, I tell you, the earth will cleave and will I go down, and while going down only I can say, God is righteous for sending me to hell. ഞാൻ ചെയ്ത അകൃത്യങ്ങളും ലംഘനങ്ങളും എല്ലാം ഓർത്ത് ദൈവം ഈ ഭൂമി പിളർത്തി എന്നെ താഴേക്ക് അയക്കുകയാണെങ്കിൽ അപ്പോഴും എനിക്ക് പറയാനുണ്ടായിരിക്കുന്നത് ദൈവം നീതിമാനാണ് എന്നത് മാത്രമായിരിക്കും. For sending me to hell, എന്നെ നരകത്തിലേക്ക് അയച്ചതിൽ ദൈവം നീതിമാനാണെന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. How much God forgave me, that is why I am standing here. ദൈവം എനിക്ക് എത്രയോ പിഴകളാണ് ക്ഷമിച്ചു തന്നിരിക്കുന്നത്, ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. Because God is so humble. കാരണം നമ്മുടെ ദൈവം അത്ര താഴ്മയുള്ളവനായതിനാൽ, because God is so humble, very easily God forgives us. നമ്മുടെ ദൈവം അത്ര താഴ്മയുള്ളവനായിരിക്കുന്നതിനാൽ പെട്ടെന്ന് അവൻ നമുക്ക് ക്ഷമിക്കുകയാണ്. Beloved ones, if we cannot forgive others, we have to admit it's all because of our pride. We cannot forgive others. പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം ഒത്തുകൊള്ളേണ്ട സമ്മതിക്കേണ്ട ഒരു കാര്യം നമുക്ക് നിഗളം ഉണ്ട് എന്നുള്ളതാണ്. We may say no, because that person had done so many bad things, that's why I cannot forgive. അദ്ദേഹം വളരെയധികം എനിക്കെതിരായി പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തതെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. But remember how much God forgave us. എന്നാലോ ദൈവം നമുക്ക് ക്ഷമിച്ചു തന്നതായ ആ കാര്യങ്ങൾ നോക്കുക. Because God is humble, it's easy for him to forgive anyone, everyone. ദൈവം താഴ്മയുള്ളവനായിരിക്കുന്നതിനാൽ ആർക്കും എങ്ങനെയുള്ളവർക്കും ക്ഷമിക്കുവാൻ വളരെ എളുപ്പമാണ്. If we humble ourselves, നാം നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ we will be able to forgive everyone and love them beautifully. മറ്റുള്ളവരോട് എല്ലാവരോടും നമുക്ക് ക്ഷമിക്കുവാനും അവരെല്ലാം വിശേഷിക്കപ്പെട്ട രീതിയിൽ സ്നേഹിക്കുവാനും നമ്മെ കൊണ്ട് സാധിക്കും. If we have to forgive others, we have to look through Jesus. നാം മറ്റുള്ളവരോട് ക്ഷമിക്കണമെങ്കിൽ യേശുവിൽ കൂടെ നാം അവരെ കാണേണ്ടിയിരിക്കുന്നു. When we look at Jesus, the way he forgave us, then it's easy for us to forgive everyone. നമ്മുടെ കർത്താവ് നമുക്ക് ക്ഷമിച്ചത് എങ്ങനെയാണെന്ന് നാം അവങ്കിലേക്ക് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കുവാൻ സാധിക്കും. The psalmist says, if I had kept iniquity in me, God wouldn't have heard me. ഞാൻ അകൃത്യം എന്നിൽ ഒളിച്ചു വെച്ചിരുന്നുവെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. Yes, we all in the past we had grudges, we had unforgiving spirit, but I beg you today in the name of the Lord, forgive everyone so that God's healing power may be manifested in our midst. കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷമിച്ചു കൊടുക്കാത്ത സ്വഭാവം, പകവെച്ചുകൊണ്ടിരുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പകൽക്കാലം ഞാൻ താഴ്മയോട് ഞാൻ പറയുകയാണ്, ദൈവം നമ്മെ സൗഖ്യമാക്കേണ്ടതിനായി നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായി തീരുമാനിക്കാം. If God could say, God can save all the world in 1 second, that will be a small miracle for God.
മുഴു ലോകത്തെയും ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് ഒരു ചെറിയ ഒരു കാര്യമാണ്. Tonight all the people who will come here to heal in 1 second right from head to foot, it will be only a small miracle for our great God. ഇന്ന് രാത്രി ഇവിടെ വരുന്ന രോഗികൾക്കെല്ലാം അത്ഭുത സൗഖ്യം ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് വെറും ഒരു ചെറിയ അത്ഭുതം മാത്രമാണത്. All the world in 1 second, all the people in the hospitals and hospices and all the other people all over the world to be healed in 1 second, for our God, great God, it's only a small miracle. ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള എല്ലാ രോഗികളെയും പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ദൈവം സൗഖ്യമാക്കുന്നെങ്കിൽ ദൈവത്തിന് അത് വെറും ഒരു ചെറിയ അത്ഭുതം മാത്രമേ ആകുന്നുള്ളൂ. We may say it's a big miracle. അത് ഒരു വലിയ അത്ഭുതമാണ് നാം പറഞ്ഞേക്കാം. As far as we are concerned, it's a great miracle. അതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വൻകാര്യം തന്നെ. But for our God, great God, beloved ones, it's only a small miracle. എന്നാലോ പ്രിയരെ, നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് അത് വെറും ഒരു ചെറിയ അത്ഭുതം മാത്രമാണ്. My sin and your sin should not separate us tonight from the stretching forth God's mighty hand to do great things. എന്റെ പാപവും നിങ്ങളുടെ പാപവും ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ബലത്തകരം നമ്മുടെ മധ്യേ നീട്ടുവാതിരിക്കത്തക്കവണ്ണം തടസ്സമായിരിക്കുവാൻ പാടില്ല. Not only for God to do miracles and wonders. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യേണ്ടതിന് വേണ്ടി മാത്രമല്ല. Finally, beloved ones, we must be found safe in heaven. പ്രിയമുള്ളവരെ, നാം സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിൽ എത്തിച്ചേരണം. Many years ago I was working in a particular church. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു പ്രത്യേക സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We had a wonderful believer sister who came from Hindu background. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായ ഒരു വിശേഷിക്കപ്പെട്ട വിശ്വാസി ആ സഭയിൽ ഉണ്ടായിരുന്നു. She took baptism, received the Holy Spirit, and she was a firebrand bringing so many other new souls, and they were getting saved. അവൾ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു, ദൈവത്തിന് തീ പോലെ ജ്വലിക്കുകയായിരുന്നു, മറ്റുള്ളവരെയും സഭയിലേക്ക് കൊണ്ടുവന്ന് രക്ഷയിലേക്ക് വഴി നടത്തുന്ന വ്യക്തിയായിരുന്നു. Her eldest son she dedicated him to serve the Lord. തന്റെ മൂത്ത മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയും അവൾ പ്രതിഷ്ഠിച്ചു തരുന്നു. She did so many good things in the church. അതേ, ദൈവത്തിന്റെ സഭയിൽ പല നന്മകളും അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. Once a week, every Tuesday lunch time, she will come to the faith home, bring ingredients for food and cook and will feed us. ആഴ്ചയിൽ ഒരിക്കൽ ചൊവ്വാഴ്ച എല്ലാ ആഴ്ചയിലും ഭക്ഷണ പദാർത്ഥങ്ങൾ വിശ്വാസ വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്ത് സുവിശേഷ വേലക്കാരെ പോഷിപ്പിക്കുമായിരുന്നു. One day she was very sick and dying. ഒരു ദിവസം അവൾ രോഗിയായി മരണത്തിന്റെ വക്കോളം എത്തി. Then she had a sort of a vision of bright light of New Jerusalem shining. പെട്ടെന്നിതാ പുതിയ യെരൂശലേമിന്റെ തേജസ്സിന്റെ കിരണങ്ങൾ അവളെ നോക്കി ആഞ്ഞടിക്കുകയായി. That time her children were small. ആ സന്ദർഭത്തിൽ അവളുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നു. When she saw the glory of God, ദൈവത്തിന്റെ ഈ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ she told, Lord, it's enough for me on the earth. I leave my children to your care. Let me come to that beautiful city of God. കർത്താവേ, എനിക്ക് ഈ ലോകവാസം മതി. എന്റെ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും നിന്റെ കയ്യിൽ ഞാൻ ഫലമേൽപ്പിക്കുകയാണ്. ആ മനോഹരമായ പുതിയ യെരൂശലേമിലേക്ക് എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് പറയുകയുണ്ടായി. Then she heard a voice from heaven. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് അവൾ ശബ്ദം കേൾക്കുകയായി. This was the place I prepared for you. Yes, അതെ, ഈ സ്ഥലമാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. But now you are not coming here, you are going to hell. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ഇവിടേക്ക് വരുവാൻ പോകുന്നില്ല, നിന്റെ ഗമനം നരകത്തിലേക്കാണ്. She had a shock. അത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. Lord, I am your precious child. കർത്താവേ, ഞാൻ നിന്റെ വിശേഷിക്കപ്പെട്ടതായ പൈതലല്ലേ. I faithfully go to church and obey you, give tithes and offerings. വിശ്വസ്തയോടെ ആരാധനകളിൽ ഞാൻ പങ്കെടുക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ദശാംശവും വഴിപാടും എല്ലാം ഞാൻ അർപ്പിക്കുന്നുണ്ടല്ലോ. Lord, I have been walking with you. കർത്താവേ, ഞാൻ നിന്നോട് ചേർന്ന് നടക്കുകയല്ലേ. She gets filled in the spirit and sometimes she prophesies and the prophecy very good.
അവൾ ആത്മാവിൽ നിറയുമ്പോൾ പ്രവചിക്കുകയുണ്ടാവും. ആ പ്രവചനം കേൾക്കുമ്പോൾ മുഴുവൻ സഭയും ഉണരുകയും ചെയ്യും. The Lord told, no, you are going to hell now. കർത്താവ് എന്നാൽ അവരോട് പറഞ്ഞതോ, ഇല്ല, നിന്റെ പോക്ക് നരകത്തിലേക്കാണെന്നായിരുന്നു. She was troubled. ഇത് കേട്ടപ്പോൾ അവൾ അമ്പരന്ന് പോയി, കലങ്ങിപ്പോയി. Lord, are you speaking to me? കർത്താവേ, നീ എന്നോട് തന്നെയാണോ ഈ പറയുന്നത്? Yes, you are going to hell. അതെ, നിന്റെ ഇപ്പോഴത്തെ പോക്ക് നരകത്തിലേക്കാണ്. Why? എന്തുകൊണ്ട്? Don't you know? നിനക്കറിഞ്ഞുകൂടെയോ? You don't speak to your elder sister? നിന്റെ മൂത്ത സഹോദരിയോട് നീ സംസാരിക്കുന്നത് പോലും ഇല്ലല്ലോ. You have not seen her for quite a long time. അതെ, ദീർഘനാളുകളായില്ലേ നീ അവളെ പോയി കണ്ടിട്ട്? Look at the unforgiving spirit in your heart against her. നിന്റെ സഹോദരിക്കെതിരായി നിന്റെ ഹൃദയത്തിൽ കാണുന്ന ക്ഷമിക്കാത്ത ആ ആത്മാവിനെ നോക്കുക. Look at the bitterness in your heart. നിന്റെ ഹൃദയത്തിൽ കാണപ്പെടുന്ന കയ്പ് കാണുന്നില്ലേ? Others have not seen, but I have seen it. മറ്റുള്ളവർ അത് കാണുന്നില്ലെങ്കിലും ഞാൻ അത് കാണുന്നുണ്ട്. Then she realized her mistake. ഉടനെ അവൾക്ക് പറ്റിയ അബദ്ധം അവൾക്ക് മനസ്സിലായി. She thought, oh, because she is a Hindu, if I don't speak to her, it's all right. After all, she did so many evil against me. എന്റെ സഹോദരി ഹിന്ദു ആണല്ലോ, അവൾ എനിക്ക് വിരോധമായി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ആകയാൽ അവളോട് സംസാരിക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നായിരുന്നു ഇവളുടെ ധാരണ. Then she cried out to Jesus. പെട്ടെന്ന് ഇവൾ നിലവിളിക്കുവാൻ തുടങ്ങി. Jesus, give me another chance. യേശുവേ, എനിക്ക് ഒരു സന്ദർഭം കൂടെ തരണമേ. Please don't let me die now. ഇപ്പോൾ ഞാൻ മരിക്കുവാൻ ഇടയാക്കരുതേ. Please give me a chance to get reconciled to my sister. Now itself I will do it. എന്റെ സഹോദരിയോട് ഞാൻ നിരപ്പ് പ്രാപിക്കുവാൻ ഒരു സന്ദർഭം കൂടെ തരണമേ. ഉടനെ ഞാൻ അത് ചെയ്തു കൊള്ളാം. God was gracious to give little healing so that she could telephone her sister. തന്റെ സഹോദരിയോട് ഫോണിൽ കൂടെ സംസാരിക്കേണ്ടതിന് അല്പസമയം ദൈവം നീട്ടിക്കൊടുത്തു. Little healing God. അല്പസൗഖ്യം ദൈവം കൊടുത്തു. Immediately her elder sister, who was anxious to see her, came home. പെട്ടെന്ന് ഇവിടെ കാണുവാനായി ആഗ്രഹത്തോടെ കാത്തിരുന്ന മൂത്ത സഹോദരി വീട്ടിലേക്ക് വന്നു. She embraced and kissed and cried upon the shoulder of her sister and asked forgiveness. തന്റെ സഹോദരിയെ കെട്ടിപ്പിടിച്ച് തോളിൽ വീണ് നിലവിളിച്ചുകൊണ്ട് തന്നോട് ക്ഷമ ചോദിക്കുകയുണ്ടായി. Immediately she got healed. പെട്ടെന്ന് അവൾക്ക് രോഗശാന്തിയും ലഭിച്ചു. Her elder sister was very happy after such a long time. Her younger sister was speaking to her. ദീർഘനാളുകൾക്ക് ശേഷം തന്റെ ഇളയ സഹോദരി തന്നോട് സംസാരിച്ചതിൽ ആ മൂത്ത സഹോദരിക്ക് അതീവ സന്തോഷമായി. And her elder sister, after seeing this, she brought her Hindu husband and they both came to church. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ മൂത്ത സഹോദരി തന്റെ ഭർത്താവ് ഹിന്ദു ആയിരുന്നു, അദ്ദേഹത്തെയും കൊണ്ട് നമ്മുടെ ആരാധനയ്ക്കായി വന്നു. Dear child of God, പ്രിയ ദൈവമൈതലേ, I am not only concerned about a healing service tonight. ഇന്ന് രാത്രി രോഗശാന്തി ശുശ്രൂഷ നടത്തണം എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമല്ല എന്റെ ഭാരം. More important is that you and I should safely reach heavenly shore. ഇതിനെല്ലാം ഉപരിയായി നിങ്ങളും ഞാനും നമ്മുടെ സ്വർഗീയ കവാടത്തിൽ തീരത്തിൽ സുരക്ഷിതമായി ചെന്ന് ചേരണം. Maybe deep in your heart you may have a grudge against your own husband or wife or brother or sister or someone. നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഭർത്താവിനെതിരായോ ഭാര്യയ്ക്കെതിരായോ സഹോദരനെതിരായോ സഹോദരിക്കെതിരായോ ഇല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എതിരായോ കയ്പുണ്ടായിരിക്കാം. Perhaps others may not know about it. മറ്റുള്ളവർ അത് കാണുന്നില്ലായിരിക്കാം. I beg you in the name of the Lord, forgive them all freely this morning. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഇന്ന് രാവിലെ അവർക്കെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. Don't keep a grudge against anyone in any place for any reason. ആർക്കുമെതിരായി യാതൊരു വിധത്തിലും നിങ്ങൾ പക വെച്ചുകൊണ്ടിരിക്കാതിരിപ്പീൻ. That sister, before dying, she was able to get another chance. Perhaps you and I may not get another chance. ആ സഹോദരി മരണത്തിന്റെ വക്കോളം എത്തിയപ്പോൾ ഇങ്ങനെ നിരപ്രാപിക്കുവാനായി ഒരു സന്ദർഭം കിട്ടി, എന്നാൽ എനിക്കോ നിങ്ങൾക്കോ സന്ദർഭം കിട്ടാതെ പോയേക്കാം. Forgive everyone. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തീരുമാനിപ്പീൻ. Love everyone as Christ loved. എല്ലാവരെയും യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പീൻ. If you hurt anyone,
be humble enough to go and apologize. ആരെയെങ്കിലും നിങ്ങൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ താഴ്ത്തി പോയി ക്ഷമയോദിക്കുവാൻ തീരുമാനിക്കുവിൻ. Few years ago in Madras, our training center, one young sister died after being sick. ചില വർഷങ്ങൾക്ക് മുൻപ് മദ്രാസിൽ നമ്മുടെ പരിശീലന കേന്ദ്രത്തിൽ ഒരു യൗവനക്കാരിയായ സഹോദരി രോഗിയായി മരിക്കുകയുണ്ടായി. When she became seriously sick, parents were told, but by the time parents came, she was dead. അവൾ ഗുരുതരാവസ്ഥയിലെത്തിയപ്പോൾ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയുണ്ടായി. എന്നാൽ മാതാപിതാക്കൾ വന്നു ചേരുന്നതിന് മുൻപ് അവൾ മരിക്കുകയായി. But while they were around the dead body, suddenly she opened her eyes. എല്ലാവരും ആ മൃതശരീരത്തിന് ചുറ്റും കൂടി നിൽക്കുമ്പോൾ പെട്ടെന്നിതാ അവൾ കണ്ണു തുറക്കുകയായി. All were very happy because she came back to life. അവൾ വീണ്ടും ജീവൻ പ്രാപിച്ചതിൽ എല്ലാവർക്കും സന്തോഷമായി. And most surprising thing was that nobody was praying that she may come back to life. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്തെന്നാൽ ആരും തന്നെ ഇവൾ ജീവനോടെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. And nobody believed she will come back. ഇവൾ തിരിച്ചു വരുമെന്ന് ആരും വിശ്വസിച്ചതുമില്ല. And then she told the story. പെട്ടെന്ന് സംഭവിച്ച കഥ അവൾ പറയുവാൻ തുടങ്ങി. She went to the pearly gates of New Jerusalem and Zion. അതെ, പുതിയ യെരൂശലേമിന്റെയും സിയോന്റെയും ആ മുത്തുക്കളാൽ നിർമ്മിതമായ കവാടത്തിങ്കിലുള്ള ചെന്നെത്തി. She saw the pearly gates shining with the glory of God. മുത്തുകളാൽ നിർമ്മിതമായ ആ കവാടം ദൈവത്തിന്റെ തേജസ്സിൽ പരിലസിക്കുന്നത് ഇവൾ കാണുവാൻ കണ്ടു. An angel of God was standing there. ഒരു ദൈവ ദൂതൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. And the angel of God told her, sorry, you cannot come in. ആ ദൈവദൂതൻ നിങ്ങളോട് പറഞ്ഞത്, നിനക്കിവിടെ വരുവാൻ അവകാശമില്ല, നിന്നെ അനുവദിക്കുകയില്ല എന്നായിരുന്നു. She told, Lord, I am a servant of God. കർത്താവേ, ഞാൻ സുവിശേഷ വേലക്കാരിയാണ്. I died in the house of God. ഞാൻ വിശ്വാസ ഭവനത്തിലാണ് മരിച്ചത്. I died trusting in healing, divine healing. ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിന്നാണ് ഞാൻ മരിച്ചത്. All these things may be, angel of God told, all these things may be true. ആ ദൂതൻ പറഞ്ഞത് ശരിയാണ്, ഇതെല്ലാം ശരിയായിരിക്കാം. But you cannot come in. എന്നാൽ നിനക്ക് ഇവിടെ പ്രവേശനമില്ല. Lord, why can't I come in? കർത്താവേ, എന്തുകൊണ്ട് എനിക്കിവിടെ അനുവാദമില്ല? The angel of the Lord told, there is a sister who was looking after you in your sickness. Your words hurt her. You have to go back and apologize to her. ആ ദൈവദൂതൻ അവളോട് പറഞ്ഞത്, നീ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നായ ഒരു സഹോദരിയെ നീ നിന്റെ വാക്കിനാൽ ഹൃദയത്തിൽ മുറിപ്പെടുത്തി, നീ മടങ്ങിപ്പോയി ക്ഷമയോദിക്കേണ്ടിയിരിക്കുന്നു. Then she cried at the gate of New Jerusalem. ആ പുതിയ യെരൂശലേമിന്റെ കവാടത്തിങ്കൽ നിന്നുകൊണ്ട് ഇവൾ നിലവിളിക്കുവാൻ തുടങ്ങി. I don't want to go back. എനിക്ക് ഭൂമിയിലേക്ക് പോകുവാൻ ഇഷ്ടമില്ല. Please forgive me and receive me. എന്നോട് ക്ഷമിച്ച് എന്നെ അകത്ത് കയറ്റണമേ. The angel of the Lord told, no defiled person can come here. ദൂതൻ പറഞ്ഞ മറുപടിയോ, അശുദ്ധമായതൊന്നും ഇവിടെ പ്രവേശിക്കുകയില്ല, ആകയാൽ നിനക്കിവിടെ അനുവാദം തരുവാൻ എനിക്ക് അവകാശമില്ലെന്നായിരുന്നു. By hurting her with your words, you defiled yourself. അതെ, അവളെ നിന്റെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തിയതിനാൽ നീ മലിനപ്പെട്ടിരിക്കുകയാണ്. Then she started crying so bitterly. ഇവിടെ ഇതാ ഇപ്പോൾ അവൾ ഏങ്ങി കരയുവാൻ തുടങ്ങി. And finally she told the angel of God, I want to see Jesus. ഒടുവിലായി ദൂതനോട് ഇവൾ പറയുകയാണ്, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. And the angel of God went and told Jesus. ആ ദൂതൻ പോയി യേശുവിനോട് ഈ വിവരം അറിയിക്കുകയുണ്ടായി. Jesus had compassion and came to the gate. മനസ്സലിവുള്ളവനായ യേശു ഈ വാതിൽക്കലേക്ക് വന്നു. And she cried and told, please let me in. വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യേശുവേ, എന്നെ അകത്തേക്ക് കയറ്റണമേ. Please forgive me for hurting that sister. ആ സഹോദരിയെ ഞാൻ മുറിപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. The Lord told, according to my word, you have to ask forgiveness from her, then only I can forgive you. കർത്താവ് അവൾക്ക് കൊടുത്ത മറുപടി, നീ പോയി അവളോട് ക്ഷമ ചോദിച്ചെങ്കിൽ മാത്രമേ ഞാനും നിന്നോട് ക്ഷമിക്കുകയുള്ളൂ. Then the Lord told, Lord, I cannot go back. ഉടനെ ഇവൾ പറയുകയാണ്, കർത്താവേ, എനിക്ക് ഭൂമിയിലേക്ക് പോകാൻ ഇഷ്ടമില്ല. Because you know, Lord, my back is broken. കർത്താവേ, എന്റെ മുതുകലും നട്ടല് ഒടിഞ്ഞതാണെന്ന് നിനക്ക് അറിയാമല്ലോ. I have been bedridden. ഞാൻ
ദീർഘനാളുകളായി കിടക്കയിലായിരുന്നു. What is the use of going back to the earth and to be bedridden as a vegetable lying in the bed to be a burden? ഭൂമിയിലേക്ക് ഞാൻ മടങ്ങിപ്പോയി ഒരു കിടക്കയിൽ നിർജീവമായി കിടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? Then the Lord had compassion on her. ഉടനെ കർത്താവിന് അവളോട് മനസ്സലിവ് തോന്നി. My daughter, go back. എന്റെ പൈതലേ, നീ മടങ്ങി പോവുക. Ask forgiveness from that sister. ആ സഹോദരിയോട് നീ ക്ഷമ ചോദിക്കുക. Second day you will sit up. രണ്ടാമത്തെ ദിവസം നീ എഴുന്നേറ്റിരിക്കുന്നതിനിടയാകും. Third day you will start walking. മൂന്നാമത്തെ ദിവസം നിനക്ക് എഴുന്നേറ്റ് നടക്കുവാൻ സാധിക്കും. The same thing happened to her. ആയതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും She ചെയ്തു. came back immediately, apologized to that sister. അവൾ വീണ്ടും ജീവൻ വന്നപ്പോൾ പെട്ടെന്ന് ആ സഹോദരി വിളിച്ച് ക്ഷമ ചോദിച്ചു. Second day she sat upon the bed. രണ്ടാമത്തെ ദിവസം അവൾ എഴുന്നേറ്റ് കിടക്കയിൽ ഇരുന്നു. Third day she started walking. മൂന്നാമത്തെ ദിവസം അവൾ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. Still she is alive, hale and hearty. ഇപ്പോഴും അവൾ ജീവനോട് ആരോഗ്യവതിയായിരിക്കുന്നു. Precious child of God, പ്രിയ ദൈവപൈതലേ, don't be deceived. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. Healing is, of course, we want that to happen tonight and every day. ഇന്ന് രാത്രി മാത്രമല്ല, എന്നെന്നും രോഗശാന്തി നമ്മുടെ മധ്യേ പ്രാവർത്തികമാണ്.